മാത്യു തോമസ് നായകനായിട്ടുള്ള ലവ്ലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ 3D ചിത്രം. അതിന്റെ ഏറ്റവും ആകർഷകമായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ 3D പരിപാടികളൊക്കെ തന്നെയാണ്. ഈ 3D ആണ് ആൾക്കാരിലേക്ക് എത്താൻ, ഈ സിനിമ എത്താൻ ഒരു മേജർ ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ഇതിന്റെ 3Dയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇതിന് 3D എലമെന്റ്സ് ഒക്കെ വരുന്നത് ആദ്യത്തെ ഒരു പാട്ടിൽ വരുന്നുണ്ട്. നമ്മളൊരു ഇമാജിനറി കഥയാണ് കാണാൻ പോകുന്നത് എന്ന് പ്രേക്ഷകനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുറച്ചൊരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു 3D എലമെന്റ്സ് നന്നായിട്ട് വരുന്നത്. ഒരു ഈച്ച വരുന്നുണ്ട്. നമ്മുടെ മാത്യു തോമസ് ചെയ്യുന്ന കഥാപാത്രവും ഈ ഈച്ചയും ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്, അപ്പൊ അത് പറയില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അപ്പൊ തന്നെ അവർ ഇമാജിനറി കഥ ആയല്ലോ അല്ലെ. അപ്പം ഇവര് ഇങ്ങനെ ഫ്രണ്ട്സ് ആവുമ്പോൾ നമ്മുടെ ഈച്ചയെ ഈ തിയേറ്ററിൽ കാണിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന്റെ അടുത്തേക്കൊക്കെ വരുന്ന തരത്തിലുള്ള പരിപാടികൾ, സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന തരത്തിലുള്ള ആ എലമെന്റ്സ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഏരിയയില് ഭയങ്കര വലിയൊരു ഈച്ച, അതായത് ഒരു ഡിനോസർ കണക്ക് ഒരു ഈച്ച, അങ്ങനത്തെ ഒരു ഹൈറ്റിലുള്ള പരിപാടിയൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് പിള്ളേരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഈവൻ വലിയ ആൾക്കാർക്ക്, എനിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു രസകര, കണ്ണിന് കുളിർമ അല്ലെങ്കിൽ കണ്ണിന് ഒരു രസമുള്ള പരിപാടിയൊക്കെ ആയിട്ട് തോന്നും. ടെക്നിക്കൽ വൈസ് അടിപൊളി പരിപാടിയാണ് ഈ സിനിമ. ലിറ്റിൽ ഹിപ്പോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. അനീഷ് കെ കുട്ടി അവരെല്ലാമാണ് ഈ ഒരു ഗ്യാങ്ങാണ് ചെയ്തിട്ടുള്ളത്, ഇതിന്റെ 3D പരിപാടികളും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ. അപ്പോൾ ആ ഒരു ഏരിയയിൽ സൂപ്പറായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ മാത്യു തോമസ് ചെയ്യുന്ന കഥാപാത്രം കാനഡയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു യുവാവാണ്, അല്ലെങ്കിൽ ടീനേജറാണ്. അപ്പോൾ അയാൾക്ക് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് കയറുന്നുണ്ട്. അയാളുടെ അച്ഛൻ മരിച്ച ആ ഒരു പോസ്റ്റിൽ കയറുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ ഈ ക്യാരക്ടറിന്റെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ നടക്കുന്ന കഥയിൽ വരുന്ന ഒരു അതിഥിയാണ് നമ്മുടെ ഈ പറയുന്ന ഈച്ച, അല്ലെങ്കിൽ ലവ്ലി എന്ന് പറയുന്ന ഈച്ച. അങ്ങനെ ഈ ഈച്ച അല്ലെങ്കിൽ ഈ ലവ്ലി വന്നു കഴിഞ്ഞ് ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ലവ്ലിയെ പിരിഞ്ഞിരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ആഴം പ്രേക്ഷകനും മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കഥ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു 3D സിനിമ ആൾക്കാർ കാണുമ്പോൾ പിള്ളേരെ അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ ഫാമിലിയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ അതിലില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഒരു ഓൾട്ടുഗദർ ഒരു എന്റർടൈനർ ആയിട്ട് തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലെ പാട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ക്യാമറ ചെയ്തിരിക്കുന്ന ആഷിഖ് അബു ആണ്, ഡയറക്ടറാണ്, ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്, വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ്. ആഷിഖ് അബു കുഴപ്പമില്ലാതെ, നന്നായിട്ട് തന്നെ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻലി പറയാനുള്ളത് പെർഫോമൻസുകളാണ്. മാത്യു അടിപൊളിയായിട്ടുണ്ട്. റൊമാൻസിൽ ഉള്ള പോലെയല്ല, കുറച്ചും കൂടി ഭയങ്കര ഒരു സട്ടിലായിട്ടൊരു ആളാണ്. പക്ഷെ എന്നാലും ഒരു എക്സെൻട്രിക് അല്ല, വേറൊരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പിന്നെ മാത്യുവിന്റെ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും, അത് കൂടാതെ ഇതില് ബാക്കിയുള്ള ബാബുരാജ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ബാബുരാജ് ഒക്കെ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജയിൽ പുള്ളിയൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അതൊക്കെ അവരൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പൊ എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. 3D സൂപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന ലവ്ലി.